ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യലായിട്ടൊരു അങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, നമ്മളെപ്പോഴും പോകുന്ന ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ബീച്ച് യാത്ര ഞങ്ങൾക്ക് ഇത്തിരി സ്പെഷ്യലായിരുന്നു. അത് ഞാൻ വഴിയെ പറയാം. ഇത് ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അച്ഛനും മകളും മീനെ പിടിക്കാൻ പോകുന്നതാണ് ആ കാണുന്നത്. പിന്നെ സായു എപ്പോഴും നിർബന്ധം എന്ന് വെച്ചാൽ സായുവിന് നടുക്ക് നിന്ന് പോകണം. അതാണ് അവൾ എന്നോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഞാനത് സാധിച്ചു കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചെത്താനായി. പിന്നെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ വെക്കേഷനും അതുപോലെ വിഷുവൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഭയങ്കര കെയർ ചെയ്താണ് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവളെ ബീച്ചിലൊക്കെ പറഞ്ഞു വിടാതെ അവൾ നല്ലൊരു കടി എന്നെ കടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അവളുടെ അച്ഛൻ്റെയിലേക്ക് ഞാൻ അവളെ ഏൽപ്പിച്ചു. കാരണം അവൾ നല്ല വാശിയായതുകൊണ്ട് പിടിച്ചിട്ട് എനിക്ക് കിട്ടണില്ലായിരുന്നു. അതായിരുന്നു സത്യം. ജസ്റ്റ് അവളുടെ അച്ഛന് ഇത്തിരി ബലമുള്ളതുകൊണ്ട് എന്നെ പോലെയല്ല, നല്ല ബലം പിടിച്ച് അവളെ പിടിച്ചു നിർത്തുകയായിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. കാരണം കടൽ ഒരു പക്ഷേ നമ്മൾ പറയുന്ന പോലെ കാണുന്ന ആ ഭംഗി ഉണ്ടാവില്ല പിന്നെ കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പിന്നെ അവളുടെ അച്ഛനെ തന്നെ ദയിപ്പിച്ചു. പിന്നെ കുറച്ച് നേരം അവൾ അച്ഛനെ കൂടെ കളിച്ച് പിന്നെ അവൾ വിചാരിച്ച പോലെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് പിന്നെ അവളുടെ അച്ഛനെ തന്നെ നോക്കാൻ പറ്റാണ്ടായി. ലാസ്റ്റ് കുറച്ച് നേരം അവൾ അച്ഛൻ ടയർഡായി പിന്നെ അവിടെ കയറിയിരുന്നു. പിന്നെ അവൾ അച്ഛൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നീ തന്നെ നോക്കടി എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സായുവിനാണെങ്കിൽ ബീച്ചിലേക്ക് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സായു എങ്ങും ഞങ്ങൾ ഇരുത്തണില്ല. ലാസ്റ്റ് ഞാൻ ടയർഡായിട്ട് കുറച്ച് നേരം ഞാൻ നോക്കി. ഞാൻ കുറച്ച് നേരം ബീച്ചിൽ അവളെ കൂടി ഇരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ടയർഡായിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബീച്ചിൽ തന്നെ ഇരിക്കാൻ നിന്ന്. കുറച്ച് കരയിലേക്ക് ഇരിക്കാനാണെങ്കിൽ അവൾ സമ്മതിക്കണമില്ല. ലാസ്റ്റ് ഞങ്ങളുടെ ഫോണിലും ഫുള്ള് ഞങ്ങൾ നനഞ്ഞ് കുളിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഫോൺ കൊണ്ടുപോയി വണ്ടിയിൽ വെച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമായത് സായുവിൻ്റെ ഈ കുതിര സവാരിയാണ്. ഞങ്ങൾ സായുവിനെ കുതിര തൊടിക്കാൻ കൊണ്ടതാണ്. കുതിരനെ തൊടാൻ നിന്ന ആൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുതിരയുടെ മേത്ത് ചാടി കയറിയിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്തു അവളുടെ കുട്ടി കുട്ടി ആഗ്രഹങ്ങളല്ലേ, വേറെ ഒന്നുമല്ലല്ലോ, കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെയല്ലേ ഒരു സന്തോഷമുള്ളൂ. അവൾ പക്ഷേ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഈ തട്ടുകടയിൽ നിന്ന് പോട്ടിയും കപ്പയും ബീഫും കപ്പയൊക്കെ കഴിച്ചു. ഇത് പൊതുവേ എൻ്റെ ഒരു ഇഷ്ടത്തിന് കയറിയതാണ്. എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഫാസ്റ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സായുവിന് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. സായു ഇത് എന്താ ആദ്യമായിട്ട് കാണുന്നൊരു സാധനം. കാരണം സായു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും അതുപോലെ തന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് തന്നെ തൂക്കിയിട്ടു. സായുവിന് ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫുഡ് ഇഷ്ടമായി. ഇനി ചെറായിൽ വന്നാൽ ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് എന്തായാലും കഴിച്ചിട്ടേ പോകുള്ളൂ. രാവിലെ പറഞ്ഞ പോലെ അവൾ നിന്ന് തന്നെ റിട്ടേൺ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ. ബൈ ബൈ.